അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടൂ. അപ്പോൾ തുടങ്ങാം. ഓഫീസിലിരുന്ന് ചന്ദ്രിക വളരെ മനോഹരമായി ശ്രദ്ധയോടെ ഡിസൈൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അവൾ സമയം എടുത്ത് ഭംഗിയായി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗീത അത് നോക്കുന്നു. ഗീത ചോദിച്ചു എന്താന്ന്. അപ്പോൾ ചന്ദ്രിക പറയാണ്, സിദ്ധാർത്ഥ് സാറ് പറഞ്ഞിരിക്കുക 2 ദിവസത്തിനകം ക്ലയൻറ്റിന് പ്രസൻറ്റ് ചെയ്യണമെന്ന്. അതാ പുതിയ ഡിസൈൻസ് ഒക്കെ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രിക ഇന്ന് ലേറ്റായിട്ടേ വിട്ടു പോകുന്നുള്ളൂ. അതെ എന്ന് ചന്ദ്രികയും പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് കാണിക്കുന്നത് മേഘയാണ്. മേഘ വളരെ കാര്യമായിട്ട് ഡിസൈൻ ചെയ്യാണ്. അപ്പോഴും അവളുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്തയാണ്. അവൾ ആലോചിക്കുന്നു, ഞാൻ വരയ്ക്കുന്ന ഡിസൈൻ തന്നെ ക്ലയൻറ്റ് അപ്രൂവ് ചെയ്യണം. ഇതിൽ ഞാൻ തോറ്റുപോയാൽ ചന്ദ്രികയോട് തോറ്റതുപോലെ ആയിരിക്കും. പിന്നെ സിദ്ധു അച്ഛനും എനിക്കൊന്നും അറിയില്ലെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഈ ഡിസൈൻ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് സിദ്ധു വിചാരിച്ചത് നടക്കാതിരിക്കണം. അപ്പോൾ ഇപ്പുറത്താണെങ്കിൽ അധികം ആൾക്കാരും വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രികയാണെങ്കിൽ വർക്കിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗീത അവളുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ചന്ദ്രികയോട് ചോദിക്കുകയാണ്, അപ്പോൾ ചന്ദ്രിക ഞാൻ പോവുകയാണ് എന്ന്. ചന്ദ്രിക ഓക്കെ പറയുകയും ചെയ്തു. അത് കഴിയും അവൾ നല്ല വർക്കിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്, വൃത്തിയായി വരച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ സമയം നോക്കിയപ്പോൾ സമയം 9:15 കഴിഞ്ഞു. എന്നാലും അവൾക്ക് ഡ്യൂട്ടി ആയിരുന്നു ഫസ്റ്റ്. അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് മേഘയും തകൃതിയായ പണിയിലാണ്. അപ്പോൾ മേഘ പെട്ടെന്ന് ചന്ദ്രികയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താ ചന്ദ്രികയെ, മണി 10 നീ പോകുന്നില്ലേ? ഇല്ല മേഘ, സാറ് പറഞ്ഞ പ്രൊജക്റ്റിന് വേണ്ടി ഡിസൈൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ, ഡിസൈൻസ് വരയ്ക്കുകയാണോ? ചെയ്തോ. അപ്പോൾ മേഘ അസൂയയോടെ മനസ്സിൽ വിചാരിക്കുക, നീ വരക്കുന്ന ഡിസൈന് എങ്ങനെയാ ക്ലയൻറ്റിന് സബ്മിറ്റ് ചെയ്യാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ട് ചോദിക്കുക, ചന്ദ്രികേ, ഞാൻ വീട്ടിലേക്ക് പോവുക, നീ വരുന്നുണ്ടോ? ശരി മേഘ, എന്നാൽ ഞാനും കൂടെ വരാം. അങ്ങനെ വർക്ക് ചെയ്ത പേപ്പേഴ്സൊക്കെ അടുക്കി പെറുക്കി ഷെൽഫിലേക്ക് വെച്ച് ചന്ദ്രിക മേഘയുടെ കൂടെ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ മേഘ മനസ്സിൽ കരുതുകയാണ്, വരച്ച ഡിസൈൻസൊക്കെ എവിടെയാണോ വെക്കുന്നത്? അങ്ങനെ പോവാമെന്ന് പറഞ്ഞ് ചന്ദ്രിക മേഘയുടെ കൂടെ ഇറങ്ങി. പിറ്റേന്ന് രാവിലെ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രിക. മലർ ഇപ്പുറത്ത് നിന്ന് ക്ലാസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്കൊരു വണ്ടി കയറി വരികയാണ്. എന്തോ ഒരു സാധനം വന്നിട്ടുണ്ട്. അവർ ആകാംക്ഷയോടെ നോക്കുകയാണ്. ഇപ്പുറത്തെ വീട്ടിൽ നിന്നും മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും അതും നോക്കുന്നുണ്ട് സന്തോഷത്തോടു കൂടി. കാറിൽ നിന്ന് എന്തൊക്കെയോ ഇറക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക വണ്ടിയിലെ ഡ്രൈവറോട് ചോദിക്കുകയാണ്, ഇതെന്താ ഏട്ടാ ഇവിടെ ഫ്രിഡ്ജും മിക്സിയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കുന്നു? അപ്പോൾ അയാൾ പറഞ്ഞു, മഹേന്ദ്രൻ സാറാണ് ഇവിടെ എല്ലാം ഇറക്കാൻ പറഞ്ഞതെന്ന്. മഹേന്ദ്രൻ സാറ് പറഞ്ഞെന്നോ? ഇതൊക്കെ കണ്ട് മലരിന് നല്ല സന്തോഷം ഉണ്ടാകുന്നുണ്ട്. ഇപ്പുറത്ത് മഹേന്ദ്രൻ സാറും ലക്ഷ്മിക്കും അതും സന്തോഷം. ചന്ദ്രിക വീണ്ടും പറയുന്നു, അത് മഹേന്ദ്രൻ സാറിൻ്റെ വീട്ടിലേക്കായിരിക്കും ഇറക്കാൻ പറഞ്ഞത്, നിങ്ങൾക്ക് മാറിപ്പോയതായിരിക്കും. ഇല്ല മാഡം, ഇവിടെ തന്നെയാണ് കൊണ്ടുവന്ന് ഇറക്കാൻ പറഞ്ഞത്. ആയിരിക്കില്ല ചേട്ടാ, ഈ സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടേ ഇല്ല. പിന്നെങ്ങനെയാണ് ഇവിടെ ഇറക്കാൻ പറയുക? ചേട്ടൻ എന്തായാലും നിൽക്ക്, ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. അങ്ങനെ ചന്ദ്രിക മഹേന്ദ്രൻ സാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ചോദിക്കാൻ. എന്നിട്ട് മഹേന്ദ്രൻ സാറിനോട് ചോദിക്കുകയാണ്, സാറാണോ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ അവിടെ ഇറക്കാൻ പറഞ്ഞേ? അതേ ചന്ദ്രികേ. അല്ല, എന്തിനാ സാർ അവിടെ ഇറക്കാൻ പറഞ്ഞേ? അപ്പോൾ മഹേന്ദ്രൻ സാറ്, നിൻ്റെ വീട്ടിലിറക്കിയാൽ ഇതെല്ലാം നിനക്ക് വേണ്ടി വാങ്ങിയതാണെന്നല്ലേ അർത്ഥം? ചന്ദ്രിക ഒന്നും ഞെട്ടുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ സാർ ഈ പറയുന്നത്? എനിക്ക് വേണ്ടിയാണോ ഇതൊക്കെ വാങ്ങിയത്? ഞാനിതൊന്നും വേണമെന്ന് പറഞ്ഞില്ലല്ലോ സാർ. എന്താ, നീ ചോദിച്ചാൽ ഇതൊക്കെ എനിക്ക് വാങ്ങിത്തരാൻ പാടുള്ളൂ? അല്ല സാർ, ഇതൊന്നും എനിക്ക് വേണ്ടാത്തതാ, ആവശ്യവും ഇല്ല. ഇതൊന്നും ഉപയോഗിക്കാൻ മാത്രം യോഗ്യത എനിക്കില്ല സാർ. യോഗ്യത നമ്മളെ തേടി വരുന്നതല്ല, അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അപ്പം ലക്ഷ്മി പറഞ്ഞു, ചന്ദ്രികയെ, ഇനി എത്ര നാളാന്ന് വിചാരിച്ചാ ഒരു ഗ്രൈൻഡർ പോലും ഇല്ലാണ്ട് നീ കൈ കൊണ്ടൊക്കെ മാവരക്കുന്നത്? അതൊക്കെ ഉണ്ടെങ്കിൽ നിന്റെ പണി എളുപ്പത്തിൽ കഴിയുമല്ലോ. പോരാത്തതിനൊരു ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ നീ വാങ്ങുന്ന പച്ചക്കറിയെല്ലാം കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം. TV ഉണ്ടെങ്കിൽ മലരിന് കാർട്ടൂണൊക്കെ കാണാമല്ലോ. നിനക്കും സീരിയലും സിനിമയും ഒക്കെ കാണാം. അപ്പോൾ സ്നേഹത്തോടെ ചന്ദ്രിക പറഞ്ഞു, ഇതൊന്നും ഇല്ലാതെയല്ല അമ്മേ നമ്മളെപ്പോഴും ജീവിക്കുന്നത്. എന്നിട്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് എന്തിനാ അമ്മ ഈ ആർഭാട സാധനങ്ങളൊക്കെ? എന്നിട്ട് മഹേന്ദ്രൻ സാറിനെ നോക്കി പറയുകയാണ്, സാറേ, ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട സാറേ, ഇത്രയും സാധനം മേടിക്കാനുള്ള കാശും എൻ്റെ കയ്യിലില്ല. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മഹേന്ദ്രൻ സാർ പറയാ, ചന്ദ്രികയെ, ഈ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കാശൊന്നും നീ തരണ്ട, ഇതൊക്കെ ഞങ്ങളുടെ കമ്പനി കൊടുത്തോളും.
പിന്നെ ഇത് നിനക്ക് മാത്രമല്ല ചന്ദ്രികയെ, ഞങ്ങളുടെ കമ്പനിയിൽ ജോലിയെടുക്കുന്ന എല്ലാവർക്കും ഉള്ളതാണിത്. ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മളെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളെ കമ്പനി വിട്ടു പോവാത്തത്. സാറ് പറയുന്നതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഇതൊന്നും എനിക്ക് വേണ്ട സാർ. അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന മലരിനോട് മഹേന്ദ്ര സാർ ചോദിച്ചു, മലരെ, മോൾക്ക് എന്തെങ്കിലും വേണോ വേണ്ടയോ? അപ്പോൾ മലര് പറയുന്നു, വേണം വേണം മുത്തശ്ശ. അപ്പോൾ അവർക്കൊക്കെ നല്ല സന്തോഷമായി. കണ്ടില്ലേ, മലറിന് ടി വി വേണമെന്ന്. മഹേന്ദ്ര സാർ പിന്നെയും കുട്ടിയോട് ചോദിച്ചു, മലർ, ഒരുപാട് ഐസ്ക്രീം വാങ്ങി ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കണോ വേണ്ടയോ? കഴിക്കണം മുത്തശ്ശ. നോക്കൂ, മലറിന് ഫ്രിഡ്ജും ആവശ്യമുണ്ട്. ഡെയിലി അമ്മ ആട്ടുകല്ലിൽ കഷ്ടപ്പെട്ട് മാവരക്കണോ അതോ ഗ്രൈൻഡറിൽ അരക്കണോ? അപ്പോൾ കുട്ടി പിന്നെയും പറഞ്ഞു, അമ്മ ഒട്ടും കഷ്ടപ്പെടാതെ ഗ്രൈൻഡറിൽ മാവരക്കണം മുത്തശ്ശ. അപ്പോൾ ചന്ദ്രിക സ്നേഹത്തോട് ചോദിച്ചു, എന്താ സാർ ഇത്? കൊച്ചു കുട്ടിയോട് ചോദിച്ചാൽ അവരങ്ങനെയല്ലേ പറയുള്ളൂ. നിനക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മലറിന് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നീ ഇതൊക്കെ വാങ്ങിയേ പറ്റൂ. ഒന്ന് പോ സാറേ, സാർ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. നിങ്ങളുടെ സ്നേഹത്തിന് ഒരളവില്ലാതെ പോവുക. അപ്പോൾ മഹേന്ദ്ര സാറ് ശരി വാ പോയി നോക്കാം എന്ന് പറഞ്ഞ് അവർ സാധനങ്ങളൊക്കെ പോയി നോക്കാൻ പോവുകയാണ്. എന്നിട്ട് വണ്ടിക്കാരോട് പറയാണ്, എന്താ നിങ്ങൾ നോക്കി നിൽക്കുന്നത്? സാധനങ്ങളൊക്കെ അതിൻ്റെതായ സ്ഥലത്ത് കൊണ്ടുപോയി വെക്ക്. ആ ശരി സാർ എന്ന് പറഞ്ഞ് അവർ സാധനങ്ങൾക്ക് വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് അമ്പരന്ന് അസൂയയോടെ മേഘയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് മുത്തശ്ശി ഇതെല്ലാം കാണിക്കാൻ. ഇതാ നോക്ക് എന്നും പറഞ്ഞ സാധനങ്ങളൊക്കെ കയറ്റുന്നത് മേഘ കാണിച്ചു കൊടുക്കുന്നു. എന്താ മുത്തശ്ശി ഇതൊക്കെ? ചന്ദ്രിക കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞ് നിന്റെ അച്ഛനും അമ്മയും കൂടി ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ടി വി ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക. ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മുത്തശ്ശി വീണ്ടും ചോദിക്കുകയാണ്. അല്ല മേഘ, ഒരുപക്ഷെ ചന്ദ്രികയാണ് യഥാർത്ഥ മകളെന്ന് അവർക്ക് മനസ്സിലായി കാണുമോ? ഇല്ല മുത്തശ്ശി, ചന്ദ്രികയ്ക്ക് മാത്രമല്ല, ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അധിക എംപ്ലോയീസിനും ഇങ്ങനെയൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. അങ്ങനെ ചന്ദ്രികയ്ക്ക് വാങ്ങിക്കൊടുത്തതാ, അല്ലാതെ വേറൊന്നുമില്ല. എന്തൊക്കെയോ നീ പറയുന്നു, പക്ഷെ എനിക്ക് എന്തൊക്കെയോ കുഴപ്പമുള്ളതുപോലെ തോന്നുന്നു. സത്യത്തിൽ ഇതൊന്നും കണ്ട് മേഘയ്ക്കും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലക്ഷ്മി മോളോട് പറയാണ്, മലരെ, നീ ഇനി സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നിനക്ക് നിറച്ച് കാർട്ടൂണൊക്കെ കാണാം കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് വണ്ടിക്കാരും മടങ്ങി. അവരെല്ലാവരും കൂടി ചന്ദ്രികയുടെ അകത്തേക്ക് കയറിപ്പോയി. ചന്ദ്രികയുടെ മോൾക്കാണെങ്കിൽ ടി വി കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. ഹായ് ടി വി! അവളുടെ സന്തോഷം കണ്ട് മഹേന്ദ്ര സാറും ലക്ഷ്മിക്കും അതിലേറെ സന്തോഷമായി. മഹേന്ദ്ര സാറ് ചോദിക്കുക, മലർ, മോൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു മുത്തശ്ശ, പക്ഷേ ആ ഫ്രിഡ്ജിൽ ഐസ്ക്രീം ഇല്ലല്ലോ. അപ്പോൾ മഹേന്ദ്ര സാറ് കുസൃതിയോടെ പറഞ്ഞു, ആ ഫ്രിഡ്ജ് തന്ന ആള് ഐസ്ക്രീം വെക്കാൻ മറന്നുപോയെന്ന് തോന്നുന്നു. ഇപ്പോൾ നിനക്ക് ഐസ്ക്രീം കിട്ടിയാൽ പോരെ, മുത്തശ്ശി കൊണ്ടുവന്ന് തരും. ലക്ഷ്മി, നമ്മളെ ഫ്രിഡ്ജിലുള്ള ഐസ്ക്രീം എല്ലാം ഈ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിക്കണം, മലറിന് ഇഷ്ടമുള്ളപ്പോഴൊക്കെ എടുത്ത് കഴിക്കാൻ. ശരി ഏട്ടാ, കൊണ്ടുവന്ന് വെച്ചേക്കാം. അപ്പോൾ ചന്ദ്രിക പറയുക, ഈ സാധനങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ വരുമെന്ന് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല സാർ. ഞാൻ കഷ്ടപ്പെടരുതെന്ന് കരുതി നിങ്ങൾ എനിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യാണ്. ഇതിനൊക്കെ എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നുണ്ട് സാർ, എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്ത് കണ്ണടക്കും. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ മഹേന്ദ്ര സാർ പറയാ, എന്തിനാ ചന്ദ്രിക ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പോൾ ലക്ഷ്മി പറയാ, ആ ചന്ദ്രികയെ, പച്ചക്കറി എല്ലാം എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്ക്. അഴുക്ക് തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിലിട്ട് നനയ്ക്ക്. ആ മലർ, ഞാൻ പോയി ഐസ്ക്രീം എടുത്തിട്ട് വരാം. ശരി മുത്തശ്ശി. ശരി ചന്ദ്രികയെ, ഞാനും ഇറങ്ങുന്നെന്ന് പറഞ്ഞ് മഹേന്ദ്ര സാറും ഇറങ്ങി. ചന്ദ്രികയ്ക്ക് അതെല്ലാം കണ്ട് എന്തെന്നില്ലാത്ത സന്തോഷവും സങ്കടവും ഒക്കെ വന്നു. പിന്നെ കാണിക്കുന്നത് മേഘയുടെ ക്യാബിനാണ്. അവിടേക്കൊരു സ്റ്റാഫ് വന്ന് പറയാണ്, മാഡം, ക്ലയൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സിദ്ധാർത്ഥ് സാറ് മാഡത്തോടും ചന്ദ്രിക മാഡത്തോടും അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, നീ പോയിക്കോളൂ, ഞാനും ചന്ദ്രികയും വന്നേക്കാം. ആ ഓക്കെ മാം. ഈ സമയം ലാപ്പിൽ പെൻഡ്രൈവ് ഇട്ട് എന്തൊക്കെയോ സേവ് ചെയ്ത് മേഘയും അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇപ്പുറത്ത് ചന്ദ്രികയോട് ഗീത ചോദിക്കുകയാണ്, ചന്ദ്രികയെ ചായ കുടിക്കാൻ പോയാലോ? എനിക്ക് വേണ്ട ഗീത, നീ പോയി കഴിച്ചോ. ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഗീതയും പോകുന്നു. ആ സമയത്ത് മേഘ അങ്ങോട്ടേക്ക് ഓടി വന്ന് ചന്ദ്രികയോട് പറയാണ്, എന്താ മേഘ? മലരും പ്രിയയും പഠിക്കുന്ന സ്കൂളിൽ ഫയർ ആക്സിഡൻ്റ് ഉണ്ടായി. എന്താ ഈ പറയുന്നേ? ഇന്ന് പ്രിയയെ സ്കൂൾ വിട്ടിട്ടില്ല. നീ പോയിട്ടൊന്ന് മലരിന് എന്തെങ്കിലും പറ്റിയോ എന്നറിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുവാ. എന്താ മേഘ ഇത്? നീ പേടിക്കണ്ട, ആർക്കും കാര്യമായിട്ട് അപകടമൊന്നും പറ്റിയിട്ടില്ലെന്നാ പറഞ്ഞത്.
എന്തായാലും നീ പോയി ഒന്ന് മലറിനെ കൂട്ടിക്കൊണ്ടുവാ. ഈശ്വര, മലറിന് എന്തു പറ്റിയെന്ന് അറിയില്ലല്ലോ. മേഘ, സിദ്ധാർത്ഥ് സാറ് ചോദിക്കുകയാണെങ്കിൽ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കണേ. ഞാൻ പോയി മലറിനെ കൂട്ടിയിട്ട് വരാം. അതൊക്കെ ഞാൻ പറഞ്ഞോളാം, നീ പൊയ്ക്കോ. ചന്ദ്രിക എല്ലാം പെട്ടെന്ന് അടുക്കി പെറുക്കി വെച്ച് ഓടാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട് മേഘ മനസ്സിൽ ചിരിച്ചു. ചന്ദ്രിക പുറത്തു പോയെന്ന് ഉറപ്പായപ്പോൾ മേഘ അവളുടെ ഫോൺ എടുത്ത് ഓഫ് ചെയ്തു വെച്ചു. എന്നിട്ട് പറഞ്ഞു മനസ്സിൽ, ചന്ദ്രികയെ, എന്നോട് മത്സരിക്കാൻ നീയോ? അല്ലെങ്കിൽ ഞാനതിന് സമ്മതിക്കുമോ? കഷ്ടപ്പെട്ട് നീ വരച്ച ഡിസൈൻസ് ഒന്നും ഇന്ന് ക്ലയൻസിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. പോയിക്കോ. ഈ സമയം ഓഫീസിൻ്റെ ഉള്ളിൽ ക്ലയൻസ് എല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രിക വെപ്രാളത്തോടെ ഓട്ടോയിൽ പോവുകയാണ് മലറിനെ കൂട്ടാൻ. മേഘ സന്തോഷത്തോടെ ക്യാബിനുള്ളിലേക്ക് കയറി. ക്ലയൻസിനോട് ഹായ് പറഞ്ഞ് അവിടെ പോയിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥ് ചോദിച്ചു, ചന്ദ്രിക വന്നില്ലേ? ചന്ദ്രികയോ? അവളുടെ സീറ്റിലില്ലല്ലോ. അവളില്ലെന്നോ? അവൻ സംശയത്തോടെ ചന്ദ്രികയുടെ ഫോണിലേക്ക് വിളിച്ചു. അപ്പോൾ ചന്ദ്രികയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്തു പറ്റി സിദ്ധു? ചന്ദ്രികയുടെ ഫോൺ സ്വിച്ച് ഓഫ് പറയുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയാണ്. അടുത്ത എപ്പിസോഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പറയാം. മേഘ വളരെ സന്തോഷത്തോടു കൂടി ക്ലയൻസിന് അവളുടെ ഡിസൈന് പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിലൊരു ക്ലയൻറ്റ് പറയുകയാണ്, ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്ത ഒരു ഡിസൈൻസും ഞങ്ങൾക്കിഷ്ടമായി തോന്നിയില്ല. വേറെ എന്തെങ്കിലും ഡിസൈൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. പിന്നീട് സിദ്ധാർത്ഥ് ഗീതയോട് ചോദിക്കുന്നു, ഗീത, ചന്ദ്രിക എവിടെയാണ് പോയത്? അപ്പോൾ ഗീത പറയുന്നു, അറിയില്ല സാർ, പുറത്തെവിടെയോ പോയതാണ്. അപ്പോൾ സിദ്ധു മനസ്സ് ചിന്തിക്കുകയാണ്, ഇന്ന് മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും അവളെവിടെയായി പോയത്? പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയാണ്. അവൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി സ്കൂളിൻ്റെ മുറ്റത്ത് നിൽക്കുന്നു. ഇതോടെ അവസാനിച്ചു. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും കാണും വരേക്കും. ഓക്കെ, ബൈ.